കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന് വീണ്ടും ഇഡി നോട്ടീസ്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ശരൺ, ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ഇഡി ചോദ്യം ചെയ്യലിനായി വർഗീസിന് നോട്ടീസ് അയക്കുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നാണോ ഇഡി പറയുന്നത്? വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ? അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. അമൃത സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ നിർണായകമായ നീക്കമാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. നേരത്തെ 4 പ്രാവശ്യം എം വർഗീസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 5ാമത്തെ നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നുള്ളതാണ് നിർദ്ദേശം. പ്രധാനമായും നേരത്തെ ഇ ഡിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന്റെ പേരിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 5 അക്കൗണ്ടുകൾ വഴി 50 ലക്ഷത്തിന്റെ ഇടപാടുകൾ നടക്കുകയും 72 ലക്ഷത്തിന്റെ നിക്ഷേപം ഉണ്ടെന്നുള്ളതും ഇ ഡി ആരോപിക്കുകയും ചെയ്തിരുന്നതാണ്. ഒപ്പം തന്നെ നേരത്തെ ഈ ചോദ്യം ചെയ്യൽ വേളയിൽ എം വർഗീസ് പറഞ്ഞിരുന്നത് തന്റെ അറിവോട് കൂടിയല്ല ഈ അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾ ഒന്നും തന്നെ തന്റെ അറിവിൽ ഇല്ല എന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് ചോദിക്കണമെന്നുള്ള മൊഴിയും അദ്ദേഹം നൽകിയിരുന്നതാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ മൊഴികൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം എം വർഗീസിന്റെ അറിവോട് കൂടിയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത് കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് 5ാമത്തെ തവണയും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും വളരെ സുപ്രധാനമായ ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതാണ്. അതായത് ഈ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ മന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ഇ ഡി വിവരങ്ങൾ കൈമാറുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എം വർഗീസിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ട അന്വേഷണത്തിൽ 50 പേരും 5 സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രതിപട്ടിക അടങ്ങുന്ന കുറ്റപത്രം കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചു. അതിന് പിന്നാലെയാണ് സിപിഎം നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എം വർഗീസിന് തൊട്ടു പിന്നാലെ മറ്റ് നേതാക്കളെ വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ മന്ത്രി എം സി മൊയ്തീൻ അടക്കമുള്ള ആളുകളെ വൈകാതെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.